ആൻസേ ക്രിസ്മസ് ഒക്കെ ആഘോഷിച്ചോ? അതെ, എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. അടിപൊളിയായിരുന്നു അല്ലെ? കളറായിരുന്നോ? അതെ, കളറായിട്ട്. ഈ എറണാകുളത്തായിരുന്നു ഈ ക്രിസ്മസിന് കൂടുതൽ കളർ എന്ന് പറഞ്ഞു, ശരിയാണോ? അതെ അതെ. അതെന്നാന്നറിയോ, ഒരു വലിയൊരു മെട്രോ നഗരമല്ലേ കൊച്ചി. അപ്പൊ കൊച്ചിയിലേക്ക് പല സ്ഥലത്തുനിന്ന് ആളുകൾ ഒഴുകി വരുവാണ്. പ്രത്യേകിച്ചും ആഘോഷ രാവുകൾക്ക് വേണ്ടിയിട്ട് കൊച്ചിയിലേക്കാണ് ആൾക്കാർ ഒഴുകിയെത്തുന്നത്. അത് ഇപ്പോഴും പോയിട്ടില്ലെന്നാ പറയുന്നത്. അതെ അതെ. ഈ ആലപ്പുഴയിലെ കോഴിപ്പനിയായിരുന്നു, പക്ഷിപ്പനിയായിരുന്നു. കോഴികളെല്ലാം കളി ചെയ്ത് എല്ലാത്തിനെയും കൊന്നു കുഴിച്ചു മൂടി. കോഴിക്ക് ഇറച്ചി പാടില്ലെന്നൊക്കെയാ പറഞ്ഞത്. പക്ഷേ ആലപ്പുഴയിൽ വരുന്ന റിപ്പോർട്ട് പറയുന്നത് ഇപ്പോഴും അവിടെ ആഘോഷരാവുകൾ അവസാനിച്ചിട്ടില്ലെന്നാണ്. കൊച്ചി പിന്നെ എപ്പോഴും ആഘോഷങ്ങൾ മുന്നേ മഴ നൃത്തവും എല്ലാം കൂടെ ചേർന്ന് ആകെ അടിപൊളിയാണ്. ഫോർട്ട് കൊച്ചിയാണ് അതിന് കേന്ദ്രം അല്ലേ? നമ്മളിപ്പോ ക്രിസ്മസ് പോയിട്ട് അതിനെപ്പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല. പശു അതിന്റെ മോരിന്റെ പുളിയും പോയി കഴിഞ്ഞ് പറഞ്ഞ് കാര്യമില്ല. പക്ഷേ നമ്മുടെ റിപ്പോർട്ട് പ്രകാരം നമ്മുടെ കേരള സർക്കാരിന് ഈ ക്രിസ്മസ് ആഘോഷം കൊണ്ടൊരു ഗുണമുണ്ടായിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ കേരള ഗവൺമെന്റ് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്നു. ശമ്പളം കൊടുക്കാൻ പോലും പണമില്ലാത്തൊരവസ്ഥയിലേക്ക് പോയിരിക്കുകയാണ്. കേന്ദ്ര ഗവൺമെന്റ് ഈ കടമെടുപ്പിന്റെ പരിധിയിൽ ഒരു മുറുക്കം ഏർപ്പെടുത്തിയോടുകൂടി അങ്ങനെ ഒരു അവസ്ഥയിൽ ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് കിട്ടുന്ന ആ നികുതി പണം കേരള ഗവൺമെന്റ് ആണല്ലോ ഇത് വിൽക്കുന്നത്. അത് വലിയൊരു ആദായമായിട്ട് അവർക്ക് വന്നിരിക്കുന്നു. എല്ലാ വർഷങ്ങളിലും കാണാറുള്ള ഒരു റിപ്പോർട്ടാണ് ഈ പ്രാവശ്യം റെക്കോർഡ് മദ്യവിൽപ്പന എന്ന്. പക്ഷെ ഈ പ്രാവശ്യം പത്രങ്ങളിലും അത് കണ്ടില്ല. അപ്പോ ആൻസ് ഇതിനെക്കുറിച്ച് സാമ്പത്തിക വിഷയങ്ങളിൽ കുറച്ച് കുറച്ച് പരിജ്ഞാനം പഠിക്കുന്ന ആളാണല്ലോ. അപ്പൊ അത് എന്താണ് അതിന്റെ ആൻസറിന്റെ ഈ പ്രാവശ്യം എങ്ങനെയായിരുന്നു? റെക്കോർഡ് വിൽപ്പന തന്നെയാണ്. പ്രത്യേകിച്ച് നമ്മുടെ കൊച്ചിയിൽ തന്നെ റെക്കോർഡ് വിൽപ്പനയാണ്. നമ്മള് കേരളത്തിലെ മൊത്തത്തിലെ വിൽപ്പനയായിട്ട് വെച്ച് നോക്കുമ്പോൾ മുൻ വർഷത്തതിനേക്കാൾ ഒരു 16 കോടിയുടെ വളർച്ചയാണ് ഇപ്രാവശ്യം ഉണ്ടായിരുന്നത്. അതെ അതെ. അത് എന്നാണ് 31-ാം തീയതി മാത്രം, ന്യൂ ഇയർ ഈവിന് മാത്രമുള്ള വിൽപ്പനയാണത്. ഇതുവരെയുള്ളത് എടുത്താൽ ഇപ്പോഴും തുടരുകയാണ്. അതിന്റെ കണക്കും കൂടെ എടുത്തു കഴിഞ്ഞാൽ ഇതിലും വളരെ കൂടുതലാകാൻ സാധ്യതയുണ്ട്. 16 എന്ന് പറയുന്നത് അത്രയും ദിവസങ്ങളിലെ ഒരു 16 എന്ന് പറയുന്നത് നേരെ ഇരട്ടിയാവാൻ സാധ്യതയുണ്ട്. കാരണം ക്രിസ്മസിന് ഈവലും കഴിക്കും, പിറ്റേ ദിവസവും കഴിക്കും, അതിന്റെ പിറ്റേ ദിവസവും കഴിക്കും. ഇത് ഇരുന്ന് വരെ പിന്നെ കഴിച്ചുകൊണ്ടിരിക്കും. അതായത് മൊത്തത്തില് 125 കോടിയിലധികം വരുമാനം ഈ 31-ാം തീയതി മാത്രം സർക്കാരിന് കിട്ടിയിട്ടുണ്ട്. ബെവ്കോയിലൂടെ മാത്രം 31 കോടിയിൽ 125 കോടിയിൽ മൊത്തത്തിൽ 125 കോടി. ഇത് കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാൾ 16 കോടി കൂടുതലാണ്. 16 കോടിയുടെ വർധനയാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ആളുകൾ മദ്യം കഴിച്ച് സർക്കാരിനെ സഹായിക്കുന്നുണ്ടെന്നർത്ഥം. അതുപോലെ തന്നെ വേറെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? കൊച്ചിയിലേതും നമ്മൾ കേരളത്തിലെ മൊത്തം എടുത്തു. ആലപ്പുഴയിൽ പക്ഷിപ്പനി വന്നു തൊട്ടു മുമ്പ്, ക്രിസ്മസിന് തൊട്ടു മുമ്പ് വലിയ തോതിൽ അത് ബാധിച്ചു അല്ലേ? ഈ പക്ഷിപ്പനി അതിനിടയ്ക്ക് ഒരു റിപ്പോർട്ടും വന്നിരുന്നു. ഈ പക്ഷിപ്പനി അത് BBC-യുടെ റിപ്പോർട്ട്, അതുകൊണ്ട് ആരും അധികം ശ്രദ്ധിക്കാൻ സാധ്യതയില്ല. ഈ പക്ഷിപ്പനി മനുഷ്യരിലേക്കും സംക്രമിക്കാം എന്നൊരു റിപ്പോർട്ട് വന്നിരുന്നു. ഈ ആലപ്പുഴയിലെ ആഘോഷ രാവുകൾക്ക് എന്തെങ്കിലും മങ്ങലുണ്ടായിട്ടുള്ളതായിട്ട് കണ്ടിട്ടോ? അതിന്റെ ഫലമായി നമ്മളിപ്പോ നോക്കുവാണെങ്കിൽ കുറെ നാളുകളായിട്ട് ഇടവേളയ്ക്ക് ശേഷം ഇങ്ങനെ പക്ഷിപ്പനി വരുന്നു എന്ന് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആൾക്കാർക്ക് അത് അത്ര വലിയൊരു പ്രാധാന്യം കൊടുക്കാതെ ആയി പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. പ്രത്യേകിച്ച് ഈ റിപ്പോർട്ട് ഒരു അത് തന്നെ നമ്മൾ ശരിക്കും പരിഗണിക്കേണ്ട വിഷയമാണ്, BBC-യുടെ റിപ്പോർട്ടൊക്കെ വന്നതുകൊണ്ട്. പക്ഷേ സാധാരണ ജനങ്ങളിലേക്ക് അത് എത്തുന്നില്ല. അവരെ ആഘോഷിക്കാൻ വേണ്ടി ചിക്കൻ ഇല്ലാതെ എന്താ ആഘോഷം? അതുകൊണ്ട് ഒരു പൂർണ്ണമായി നമ്മൾ വേവിച്ചാണല്ലോ ഭക്ഷിക്കുന്നത്. അപ്പൊ കോഴിയെ ഭക്ഷിക്കാം എന്നുള്ള ഒരു സാധനത്തിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് നമ്മള് പക്ഷിപ്പനി നമ്മളെ വളരെയധികം നമ്മൾ ഇതും കൂടെ ചേർത്ത് പറയണം. എല്ലാ പ്രാവശ്യവും ഇങ്ങനെ പക്ഷിപ്പനി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. കോട്ടയത്തും ഉണ്ടായി, നേരത്തെ കോട്ടയത്തായിരുന്നു കള്ളിങ് നടത്തി. ഈ പ്രാവശ്യം അവിടെ ഉണ്ടായിട്ടില്ല. അത് വലിയ തോതിൽ ക്രിസ്മസിനെയും ബാധിച്ചേനെ ഈ പ്രാവശ്യം ഉണ്ടായെങ്കിൽ. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ പക്ഷിപ്പനി വീണ്ടും വീണ്ടും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? എന്താണ് ആൻസിയുടെ? അതുകൂടെ നമ്മൾ ഈ മദ്യം മാത്രമല്ലല്ലോ, മാംസവും അതിന്റെ ക്രിസ്മസിന്റെ ഒരു ഭാഗമാണ്. അതെ, ന്യൂ ഇയറിന്റെ ഒക്കെ ആഘോഷത്തിന്റെ ഭാഗമാണ്. അതെ, നമ്മൾ നോക്കുവാണെങ്കിൽ കൃത്യമായിട്ട് നിർമ്മാർജ്ജനം ചെയ്യാൻ സർക്കാരിന് ആയിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. അതായത് അതുകൊണ്ടാണല്ലോ ഓരോ ഇടവേളകളിലും അത് വരുന്നത്. കൃത്യമായിട്ട് ഓരോ ഫാമുകളില് അത് വളർത്തുന്നവർക്കും അതിൽ കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നതിൽ, അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ നൽകിയാൽ മാത്രം പോലെ അത് കൃത്യമായിട്ട് പ്രാവർത്തികമാക്കണം. ഇപ്പോൾ ഹെൽത്ത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെല്ലാം അത് കൃത്യമായിട്ട് ഇവരിത് പാലിക്കുന്നുണ്ടോ? ശുചിത്വം അല്ലെങ്കിൽ മറ്റ് അതിന്റെ തീറ്റ സംബന്ധമായിട്ടുള്ള, അല്ലെങ്കിൽ ഇതുങ്ങളെ അഴിച്ചുവിടുന്നതുമായിട്ട് ബന്ധപ്പെട്ട അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ കൂടുതൽ ശ്രദ്ധ ഹെൽത്ത്
ഉദ്യോഗസ്ഥർ ചെയ്യേണ്ടതാണ്. അത് സർക്കാരിൽ നിന്ന് അതിനുള്ള കൃത്യമായ നിർദ്ദേശവും കൊടുക്കേണ്ടതാണ്. പക്ഷെ അത് കൃത്യമായിട്ട് പാലിക്കപ്പെടാത്തത് കൊണ്ടാണ് ഒരു ഇടവേളയിൽ നമ്മൾ ഒരു പക്ഷിപ്പനി എന്ന് കേൾക്കുമ്പോൾ അപ്പൊ കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുക്കും. പക്ഷെങ്കിൽ അതിനുശേഷം വീണ്ടും അത് വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതാണ് ഇപ്പൊ നമ്മൾ കാണുന്നത്. ഓക്കെ, തീർച്ചയായിട്ടും അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പക്ഷികളെ അവരുടെ സ്വാഭാവികമായിട്ടുള്ള ഇക്കോ സിസ്റ്റത്തിൽ നിന്ന് മാറ്റിയിട്ട്, പക്ഷികളെന്ന് പറയുന്നത് അത് അറിയാമല്ലോ, നമ്മുടെ കോഴികളിലേക്ക് തന്നെ വന്നാൽ കോഴികൾ അതിൻ്റെ സ്വാഭാവികമായ ഇക്കോ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ മുറ്റം നമ്മൾ ഇണക്കി വളർത്തുന്ന പക്ഷികളാകുമ്പോൾ വീട്ടുമുറ്റത്തുങ്ങളിലുമൊക്കെ അവിടെ ഇങ്ങനെ പിന്നെ എന്താ പറയുക അതിൻ്റെ കാലുകൊണ്ട് ഇങ്ങനെ മാന്തി ഇളക്കി ഇരകളെ തിന്നുന്ന ഒരു ഇക്കോ സിസ്റ്റത്തിലാണ് അവർ ജീവിക്കുന്നത്. ഇവിടെ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കൂടിനകത്താക്കി വയ്ക്കുക. കൂടിനകത്താക്കി വയ്ക്കുന്നത് മാക്സിമം മാംസം, തൂക്കം, വളർച്ച ഇത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, എപ്പോഴും ഇങ്ങനെ ആഹാരം കൊടുത്തുകൊണ്ടിരിക്കും. രാത്രിയിൽ ഉറങ്ങേണ്ട പക്ഷികളാണ്, സന്ധ്യ കഴിഞ്ഞാൽ ചേക്കേറുകയും ഉറങ്ങുകയും ചെയ്യേണ്ട പക്ഷികളാണ്. നമ്മൾ പണ്ടൊക്കെ വീടുകളിൽ ഒരു കൂടുണ്ടാക്കി, കോഴിക്കൂടെന്ന് പറയും, അതിന് അടച്ചിരുന്നു. ഇപ്പം അങ്ങനെയല്ല, വലിയ ഫാമുകളിൽ ഇവർ ഉറങ്ങാൻ സമ്മതിക്കുകയില്ല. കാരണം എന്തിനാണ്, ആഹാരം ലൈറ്റ് ഇട്ടുകൊണ്ട്, പകലാണെന്ന് തോന്നിപ്പിച്ചുകൊണ്ട്, പകലിൻ്റെ പ്രതീതി ഉളവാക്കുന്ന ലൈറ്റ് ഇട്ടുകൊണ്ട് ഇവർക്ക് വീണ്ടും വീണ്ടും ആഹാരം ഇങ്ങനെ സപ്ലൈ ചെയ്തുകൊണ്ട്. എന്തിനാ, കോഴികളോടുള്ള കാരുണ്യം കൊണ്ടൊന്നും അല്ല, മറിച്ച് അവരുടെ മാംസത്തിന്റെ തൂക്കം അനുസരിച്ചുള്ള സാധനങ്ങൾ ചുരുങ്ങിയ സമയം കൊണ്ട് മാക്സിമം വളർച്ച. ബ്രോയിലർ കോഴികളുടെ കാര്യമാണ്, ഉറക്കമില്ലാത്ത രാവുകളാണ് എന്ന് നോക്കിയത്. അങ്ങനെയുള്ളതിനെയാണ് പിടിച്ചിട്ട് മാംസമാക്കി നമ്മൾ കഴിക്കുന്നത്. ശരിക്കും അങ്ങനെ പറയാറുണ്ട്, ബ്രോയിലർ കോഴികളുടെ ഇറച്ചി എന്ന് പറയുന്നത് വലിയ അപകടം പിടിച്ച ഇറച്ചിയാണെന്ന് പറയാറുണ്ട്. കാരണം വളർച്ച പെട്ടെന്ന് കിട്ടാൻ വേണ്ടി ചിലപ്പോൾ ഹോർമോൺസ്, ഹോർമോൺ കുത്തിവെക്കുന്നതായിട്ടുള്ള ഒരുപാട് റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. മാംസം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ചില മരുന്നുകൾ കൊടുക്കാറുണ്ട്. ഞാൻ ഈ ചോദ്യം ഹോർമോണിന്റെ കാര്യം ചോദിച്ചു പോയി, അങ്ങനെയൊന്നും നടക്കില്ല. കാരണം ഹോർമോണിന് എത്ര രൂപ വിലയാവും, അപ്പം മുതലാവത്തില്ലെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത് എന്തെങ്കിലുമൊക്കെ കാണിക്കുന്നുണ്ടെന്നുള്ളത് വളരെ വ്യക്തമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്. ഈ കാര്യത്തിൽ ഒരു നിയന്ത്രണവും ഇല്ല. അപ്പോൾ നമ്മൾ ചോദിക്കും, എന്താ ലണ്ടനിൽ ഇതുപോലെ നടക്കുന്നില്ലേ, കോഴികളെ കൂട്ടമായിട്ട് കശാപ്പ് ചെയ്യുന്നില്ലേ, സ്വിറ്റ്സർലൻഡിലെ മാടുകളെ കൂട്ടമായിട്ട് കശാപ്പ് ചെയ്യുന്നില്ലേ അല്ലേ? പക്ഷേ അവിടെ നോക്കണം, ഒരൊറ്റ പഴുതുപോലും ഇല്ലാത്ത വിധത്തിലാണ്, ഹൈജീനിക് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിലാണ് അവയെ വളർത്തുന്നത്. കൊല്ലുന്ന അറവുചാലുകൾ, അബട്ടയർ എന്ന് പറയും, അറവുചാലകളിൽ യാതൊരു വിധമായ ബാക്ടീരിയയ്ക്കും പ്രവേശിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ഇൻഫെക്റ്റിസൈഡുകൾ ഉപയോഗിച്ചുകൊണ്ട്, അതുപോലെ തന്നെ ബാക്ടീരിയോസൈഡുകൾ ഉപയോഗിച്ചുകൊണ്ടൊക്കെയാണ് അവരവിടെ പ്രവർത്തിക്കുന്നത്. യാതൊരു അതും വൃത്തിയായിട്ടുള്ള അന്തരീക്ഷത്തിലാണ് ഇവയെ വെട്ടിമുറിച്ച് വിൽക്കുന്നത്. നമുക്ക് അറിവുണ്ട്, നമ്മുടെ ഈ വഴിയോരത്തൊക്കെയാണ് കാളയെ കൊല്ലാനും ഒക്കെ വെച്ചിരിക്കുന്ന കോഴിയെ കൊല്ലാനും അത് തന്നെ അങ്ങനെയാണ് വെച്ചത്. കോഴിയുടെ നിലവിളികളോട്ടുകൊണ്ടാണ് നമ്മൾ റോഡിൽ കൂടെ നടക്കുന്നത്. പൊടി സകലമാന കാര്യങ്ങളും അതിൻ്റെ ശരീരത്തേക്ക് ബാക്ടീരിയ എല്ലാം കയറുന്ന ഒരു അന്തരീക്ഷത്തിൽ ആണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അവിടെ നമുക്ക് അതുകൊണ്ട് തന്നെ ആവാം അവിടെ ഈ പക്ഷിപ്പനിയുടെ റിപ്പോർട്ടുകൾ വരുന്നില്ല. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഈ പക്ഷിപ്പനിയുടെ റിപ്പോർട്ടുകൾ വരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ആരോഗ്യകരമായിട്ടുള്ള അന്തരീക്ഷത്തിലല്ല ഇവയെ വളർത്തുന്നത്. അതുകൊണ്ട് അവയ്ക്ക് പ്രതിരോധ ശേഷിയും വളരെ കുറവായിരിക്കും. കാരണം മറ്റ് സ്ഥലങ്ങളിൽ നടന്നും ചിക്കിയും തിന്നുകൊണ്ടിരുന്ന പക്ഷികള് നമ്മൾ കൂട്ടിലിട്ട് വളർത്തുകയാണല്ലോ. അവസാനമായിട്ട് ഇതിന്റെ കണക്കുകൾ നമ്മളിപ്പോ പറഞ്ഞ ആളുകൾ സാധാരണക്കാർക്ക് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞുള്ളൂ. ഈ കണക്കുകൾ കയ്യിലുണ്ടോ? കണക്കുകൾ കയ്യിലുണ്ടെങ്കിൽ നമുക്കൊന്ന് ഷെയർ ചെയ്യാതെ. അതെ, ബെവ്കോ വിറ്റഴിച്ച മദ്യത്തിലേക്ക് വരാം. കോഴിയുടെ നമുക്ക് പറ്റില്ല. 125 കോടിയിലധികമാണ് 31-ാം തീയതി മാത്രം, ഡിസംബർ 31-ാം തീയതി മാത്രം ന്യൂ ഇയറിന് മുന്നോടിയായിട്ട് വിറ്റഴിച്ചത്. ഇത്രയും കോടി രൂപയുടെ മദ്യമാണ് വിറ്റഴിച്ചത്. അതില് അതായത് 16 കോടിയുടെ മുൻ വർഷത്തെക്കാളും 16 കോടിയിലധികം രൂപയുടെ വരുമാനം ഇതിൽ കൂടെ നേടാനായി. അപ്പൊ നമ്മൾ നോക്കുമ്പോ കൊച്ചിയിലാണ് ഏറ്റവും കൂടുതൽ വിറ്റഴിച്ചത് നമ്മൾ പറഞ്ഞല്ലോ. അതായത് കടവന്ത്ര ഔട്ട്ലെറ്റ് ആണ് ഏറ്റവും കൂടുതൽ സെയിൽ. കടവന്ത്രയുടെ കണക്കുണ്ടോ? അതെ, 1 കോടിയിലധികം വിറ്റഴിച്ചു കടവന്ത്രയിൽ. അതെ, തൊട്ട് പിന്നിൽ ആരാന്നറിയോ? പാലാരിവട്ട ഔട്ട്ലെറ്റ് ആണ്. അതും കൊച്ചി തന്നെ അടിച്ചെടുത്തു. എല്ലാം 1-2 സ്ഥാനങ്ങൾ നേടിക്കൊണ്ട്. അതെ, 3-ാം സ്ഥാനമായപ്പോ അത് മലപ്പുറത്തേക്ക് കൊടുക്കേണ്ടി വന്നു. എടപ്പാളിലാണ്. മലപ്പുറത്തോ? എടപ്പാളിലാണ്. മലപ്പുറം എടപ്പാളില്. അത് ശരി. ഇനിയപ്പോ അടുത്ത പ്രാവശ്യം മലപ്പുറം ഇതെങ്ങനെയൊന്നും തന്നെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. കാരണം മലപ്പുറം എന്ന് പറയുന്നത് ഇത് മദ്യം ഹറാമായിട്ട് കണക്കാക്കുന്ന ആൾക്കാർ ഭൂരിപക്ഷമുള്ള ഒരു സ്ഥലമാണ്. അവിടെ എത്രാം സ്ഥാനം? 3-ാം സ്ഥാനം. അപ്പൊ കൊച്ചിക്ക് 1-ാം സ്ഥാനം, രണ്ടാമത് വരുന്ന 2-ാം സ്ഥാനം കൊച്ചിക്ക് തന്നെ.
ഒന്നും രണ്ടും കൊച്ചിക്കാണ്. ഒന്നാം സ്ഥാനവും രണ്ടാം സ്ഥാനവും അതെങ്ങനെ വരുന്നത് ഒന്ന് വിശദീകരിക്കണമല്ലോ. ഒന്നാം സ്ഥാനം 1 കോടിയിലധികം വിറ്റഴിച്ചിട്ട് കടവന്ത്ര നേടി. തൊട്ട് പുറകെ ഒരു 95ഓളം, ചെറിയ വ്യത്യാസമുള്ളൂ, 95 ലക്ഷത്തിന്റെ വിറ്റുവരവുമായിട്ട്. അപ്പൊ ഈ കൊച്ചിയിലെ പ്രദേശങ്ങളെ കുറിച്ചായി പറഞ്ഞു. ഒരു ഔട്ട്ലെറ്റിന്റെ കൊച്ചി അല്ല എറണാകുളം ജില്ല മൊത്തമായിട്ട് അങ്ങനെ ഒരു കണക്കുണ്ടോ, കയ്യിലുണ്ടോ? ഉണ്ടെങ്കിൽ മതി. ഇല്ല, 1-2 സ്ഥാനം പിന്നെ അവിടുത്തെ ഔട്ട്ലെറ്റുകൾക്കാണ് കിട്ടിയത്. നമുക്ക് ചിയേഴ്സ് ഒന്നും പറയാൻ പറ്റില്ല. അത് കാരണം ഈ മദ്യത്തെ എതിർക്കുന്ന പലരും ഉണ്ട് നമ്മുടെ സമൂഹത്തിൽ. എന്തായാലും ഗവൺമെന്റിന് ഇത് ചിയേഴ്സ് ആയിരിക്കും. അവർക്കൊരു ചെറു പുഞ്ചിരി, ഈ ലാഭം അതിൽ പ്രധാന പങ്ക് വഹിച്ചത് കൊച്ചിയാണെന്നൊരു ഓർമ്മകൾ ഉണ്ടായിരിക്കണം. ABC ന്യൂസിന് മലയാളത്തിൽ മാത്രമല്ല സംസാരിക്കാൻ അറിയാവുന്നത്, പറയാൻ അറിയാവുന്നതും. അതിന് ഹിന്ദിയും കൂടി ഉണ്ട്. ഒരു ABC ഹിന്ദി ന്യൂസ് ചാനലുണ്ട്, ABC ഹിന്ദി ന്യൂസ്. അത് കാണുക. ദേശീയമായിട്ടുള്ള കാര്യങ്ങൾ അതിലൂടെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ABC ഹിന്ദി ന്യൂസ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.